വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രാജ്യം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്താകമാനം ചലനമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ നിയമസഭകളിലൊന്നായ ഉത്തർപ്രദേശിൽ നിന്നാണ് ലോക്സഭയിലേക്കും ഏറ്റവും കൂടുതൽ പ്രതിനിധികളുള്ളത്. അതിനാൽ തന്നെ ഉത്തർപ്രദേശിന്റെ അധികാരം നേടുന്നവർക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതിനാൽ തന്നെയാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം. ഈയിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും പറഞ്ഞത് മോദിയെ അടുത്ത തവണയും പ്രധാനമന്ത്രിയാക്കണമെങ്കിൽ നിങ്ങൾ യോഗിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നാണ്. അമിത്ഷായുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെയും സ്വാധീനിക്കും എന്നുള്ളത്. നിലവിൽ BJP ആണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. ഏത് വിധേനയും ഭരണം നിലനിർത്താൻ തന്നെയാണ് BJPയുടെ ശ്രമം. എന്നാൽ ഭരണം നിലനിർത്തുക എന്നത് BJPയെ സംബന്ധിച്ച് അല്പം വെല്ലുവിളികളുള്ള ഒരു കാര്യമാണ്. കർഷക സമരവും അതുമായി ബന്ധപ്പെട്ട് നടന്ന ലഖിംപൂർ ഖേരിയിൽ കർഷകർക്ക് നേരെ BJP MPയുടെ മകൻ വാഹനമിടിച്ചു കയറ്റി കർഷകരെ കൊലപ്പെടുത്തിയതെല്ലാം ഇത്തവണത്തെ BJPയെ പ്രതിസന്ധിയിലാക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരത്തിൽ BJPയെ പ്രതിസന്ധിയിലാക്കുന്ന നിരവധി ഘടകങ്ങൾ UPയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവുന്നുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഉത്തർപ്രദേശിൽ BJP തന്നെ വിജയിക്കും. ഇങ്ങനെ പറയാനുള്ള കാരണം അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് UPയിൽ BJP നടത്തുന്നത് എന്നുള്ളതാണ്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് UP തെരഞ്ഞെടുപ്പിൽ BJP നടത്താനൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. 2022 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരുടെ പട്ടികയിൽ നിന്ന് 16 ലക്ഷത്തോളം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് BJP ഒഴിവാക്കിയെന്നാണ് അഖിലേഷ് യാദവിന്റെ ആരോപണം. ഇത്തരത്തിൽ 16 ലക്ഷത്തോളം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധം ആരംഭിക്കുമെന്നും അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 16 ലക്ഷം പേരുകൾ ബോധപൂർവം ഒഴിവാക്കിയതായി ആരോപിച്ച അദ്ദേഹം തെരഞ്ഞെടുപ്പ് പാനലിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് വോട്ടർമാരുടെ പട്ടികയിൽ നിന്ന് പുറത്തായ 16 ലക്ഷം വോട്ടർമാരുടെ വിവരങ്ങൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ലെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശിലെ ചില ഉദ്യോഗസ്ഥരെ ബോധപൂർവം കമ്മീഷനിൽ നിയമിച്ചിരിക്കുകയാണ് എന്നും അവരാണ് ഇത്തരത്തിൽ 16 ലക്ഷം വോട്ടർമാരെ ഉത്തർപ്രദേശിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുമാണ് അഖിലേഷ് യാദവ് പറയുന്നത്. അഖിലേഷ് യാദവിന്റെ ഈ ആരോപണം പ്രകാരം 2022 അതായത് അടുത്ത വർഷം ഉത്തർപ്രദേശിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP വളരെ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിക്ക് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള തെളിവാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് UPയിലെ 16 ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. ഇത്തരത്തിൽ BJPയോട് മുഖം തിരിഞ്ഞിരിക്കുന്ന ആളുകളെയാണ് BJP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് അഖിലേഷ് യാദവിന്റെ ഈ ആരോപണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.